കോട്ടയം ഏറ്റുമാനൂരിൽ അമ്മയും 2 പെൺമക്കളും ട്രെയിനിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ അന്വേഷണം പൂർത്തിയായി. ഷൈനയുടെ ഭർത്താവ് നോബി മാത്രമാണ് കേസിലെ പ്രതി. നോബിയുടെ പീഡനമാണ് ഷൈനയുടെയും മക്കളുടെയും ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നാണ് കണ്ടെത്തൽ. കുറ്റപത്രം ഏറ്റുമാനൂർ പോലീസ് 2 ദിവസത്തിനുള്ളിൽ സമർപ്പിക്കും. ദിവസം നീണ്ട അന്വേഷണത്തിലൊടുവിലാണ് ഏറ്റുമാനൂർ പോലീസ് കുറ്റപത്രം സമർപ്പിക്കുന്നത്. അന്വേഷണത്തിൽ സമാനതകളില്ലാത്ത ഗാർഹിക പീഡനമാണ് ഷൈനിക്ക് ഭർത്താവിൽ നിന്നും അനുഭവിക്കേണ്ടി വന്നതെന്നാണ് കണ്ടെത്തൽ. ഭർത്താവ് നോബി മാത്രമാണ് കേസിലെ പ്രതി. ആത്മഹത്യയ്ക്ക് തലേദിവസം രാത്രിയിൽ ഫോണിൽ വിളിച്ച് ഷൈനിയെ മാനസിക സമ്മർദ്ദത്തിലാക്കി. ഇതാണ് ഷൈനിയെ ആത്മഹത്യയിലേക്ക് നയിച്ചത്. ഏതാണ്ട് 16 വർഷക്കാലം തുടരെ അവിടെ ഗാർഹിക പീഡനങ്ങളും സ്ത്രീ പീഡനങ്ങളും ഹരാസ്മെന്റും അടി ബഹളവും കൊല്ലാൻ തുടങ്ങി. ഒരു 5 കൊല്ലം മുമ്പൊക്കെ കൊല്ലാൻ തുടങ്ങി, തൊണ്ണയ്ക്ക് കുത്തിപ്പിടിച്ച് ചവിട്ടി ബാത്റൂമിനകത്ത് വലിച്ചെറിഞ്ഞതിൻ്റെയൊക്കെ ഫോട്ടോ ഉണ്ടായിരുന്നു. മക്കളെടുത്തതാണ്. അന്നേരം അവിടെ മുഖത്തൊരു ഇതെല്ലാം കണ്ടു, ഒരു കരയുന്നുണ്ട്. എന്നാ പറ്റിയ നീ എന്ന് ചോദിച്ചപ്പം അവള് പറഞ്ഞു, എന്നോട് പോയി മരിക്കാൻ പറഞ്ഞു, എന്നോടും പിള്ളേരോടും മരിക്കാൻ പറഞ്ഞു എന്നാണ് അവള് പറഞ്ഞത്. മകന്റെ മൊഴിയും ട്രെയിൻ ഓടിച്ച ലോക്കോ പൈലറ്റിന്റെ മൊഴിയും ഉൾപ്പെടെ 56 പേരുടെ മൊഴികൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഷൈനയുടെ അടക്കം മൊബൈൽ ഫോണുകളുടെ ശാസ്ത്രീയ പരിശോധനാ ഫലം കുറ്റപത്രത്തിലുണ്ടാകും. നാളെയോ മറ്റന്നാളോ ഏറ്റുമാനൂർ പോലീസ് കുറ്റപത്രം സമർപ്പിക്കും. കഴിഞ്ഞ ഫെബ്രുവരി 28-നാണ് ഷൈനിയും 2 പെൺമക്കളും ട്രെയിനു മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്തത്. തുടർന്ന് ഭർത്താവിനെ അറസ്റ്റ് ചെയ്യുകയും കോടതി 28 ദിവസം റിമാൻഡിലാക്കുകയും ചെയ്തിരുന്നു. 24 കോട്ടയം.